തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ എണ്ണി പറഞ്ഞ് മുൻ സ്പീക്കർ എൻ ഷംസീർ. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയം പാളി. വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ പ്രതിരോധിക്കുന്നതിൽ ശക്തിയുണ്ടായില്ല. സ്ഥാനാർത്ഥി നിർണയങ്ങളും അയ്യപ്പ സംഗമവും എല്ലാം പരാജയത്തിന് കാരണങ്ങളായെന്നും എൻ ഷംസീർ പറഞ്ഞു. മലപ്പുറം കാളികാവിൽ കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണത്തിലായിരുന്നു ഷംസീറിന്റെ സ്വയം വിമർശനം. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാറി. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ ശക്തമായി ആക്ഷേപിച്ചപ്പോ അതിന് ഞങ്ങൾ പ്രതിരോധിച്ചു. പക്ഷേ പ്രതിരോധ പ്രസ്താവനയിൽ ഒരു ഊക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്വയം വിമർശനം നടത്തി. പിന്നെ അയ്യപ്പ സംഘം ഞങ്ങളുടേതല്ല, പക്ഷെ പറഞ്ഞു സർക്കാർ നടത്തിയതാ. അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും സ്വാമി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ വിമർശനം നടത്തി. ഇങ്ങനെ നടത്താൻ കുഞ്ഞാലിന്റെ പാർട്ടിക്കല്ലാതെ വേറെ ആൾക്കാർ സാധിക്കുക. ുമായി ചേരുകയാണ്. ഈ വിമർശനങ്ങൾ എണ്ണി പറയുന്നുണ്ട്, അത് സ്വയം വിമർശനമാണ് എന്നതുകൂടി എൻ ഷംസീർ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ വിമർശനം നടത്താൻ സഖാവ് കുഞ്ഞാലിയുടെ പാർട്ടിക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക എന്നതുകൂടി ചോദിക്കുന്നു. പാർട്ടി വിലയിരുത്തിയതാണ്. കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലെ കൃത്യമായ വിമർശനങ്ങളാണ്. അത് സ്വാഭാവികമായും പാർട്ടി യോഗങ്ങളിൽ എൻ ഷംസീറിന് പറയാം. തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ദിവസം മലപ്പുറം കാളികാവിൽ നടന്നിട്ടുള്ള കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണത്തിലാണ്, ആ വേദിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു സ്വയം വിമർശനത്തിന് തന്നെ എൻ ഷംസീർ ഉൾപ്പെടെ തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പാർട്ടി പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെയാണ് ഷംസീർ ആവർത്തിക്കുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാനമായി പാർട്ടിക്ക് പാളിച്ച് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പയ്യന്നൂരിൽ ഉൾപ്പെടെ അത് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് തങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ള കാര്യം കൂടി എൻ ഷംസീർ പറയുന്നുണ്ട്. അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച സമയത്ത് അതിനെതിരെ പ്രതികരിക്കുന്ന സമയത്ത് അതിനൊരു ഊക്കുണ്ടായിരുന്നില്ല പാർട്ടിക്ക് എന്നുള്ള വിമർശനം അദ്ദേഹം നടത്തുന്നുണ്ട്. അതോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വെള്ളാപ്പള്ളിയുടെ കാര്യം തന്നെ തുടർച്ചയായിട്ട് പല തവണ പാർട്ടിക്ക് തിരിച്ചടിയായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി എൻ ഷംസീർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം നിലവിലെ സർക്കാർ ഭരണത്തിൽ വന്നല്ലോ, ആദ്യഘട്ടത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ കിട്ടിയില്ല എന്നുൾപ്പെടെ ചോദിച്ചുകൊണ്ട് ഈ നിലവിലെ സർക്കാരിനെ വിമർശിക്കാൻ മറന്നിട്ടില്ല ഷംസീർ എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരുന്നു. എന്തായാലും ആ സ്വയം വിമർശനത്തിലൂടെ എന്തൊക്കെയാണ് തെറ്റുപറ്റിയത് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പാകെ വെക്കുന്നുണ്ട്. പാർട്ടിയുടെ പല പരിപാടികളിൽ പല നേതാക്കന്മാരും ഇത്തരത്തിൽ വിമർശനങ്ങൾ നടത്തുന്നത് തുറക്കാഴ്ചയായി മാറുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കുഞ്ഞാലിയുടെ പാർട്ടിക്ക് ഇത്തരത്തിൽ വിമർശിക്കാൻ കഴിയുള്ളൂ. തെറ്റുകൾ തിരുത്തി പാർട്ടി വീണ്ടും അധികാരത്തിലെത്തുമെന്നുള്ള കാര്യം കൂടി എൻ ഷംസീർ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ആ പ്രസംഗം ഉൾപ്പെടെ അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മാധു, സോണലി, ഈ വിമർശനങ്ങൾ അപ്പോൾ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഉന്നയിച്ച വിമർശനങ്ങൾ, പാർട്ടി പൊതുവായി വിലയിരുത്തുന്ന വിമർശനങ്ങൾ വ്യക്തിപരമായി കൂടി പാർട്ടി നേതാക്കൾ എൻ ഷംസീറിനെ പോലെയുള്ള നേതാക്കൾ മനസ്സിലാക്കുന്നു, അത് തുറന്നു പറയുന്നു എന്നത് കൂടിയാണ്. ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്ന നേതാക്കൾ കൂടി വരികയാണ്. തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ, അതായത് ഇത്തരം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഉൾപ്പെടെ കഴിഞ്ഞത് പാടെ വിവിധ നേതാക്കൾ ഈ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തുന്നതും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പോസ്റ്റുമായി രംഗത്തെത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ പൊതുവേദിയിൽ പാർട്ടി പരിപാടികളിൽ ആ വിമർശനം നേരിട്ട് ജനങ്ങളുമായി സംവദിക്കുന്നു, അതിൽ ആ വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പല വേദികളിലും ഇത്തരം സംഭവങ്ങൾ നമ്മൾ തുടർക്കാഴ്ചയായി കാണുന്ന സാഹചര്യം കൂടിയുണ്ട്. അയ്യപ്പ സംഗമം ഉൾപ്പെടെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അത് സർക്കാരിൻ്റെ, ഞങ്ങളുടെ പരിപാടിയല്ല, പക്ഷേ അത് സർക്കാരിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൽ ആദിത്യനാഥിൻ്റെ സന്ദേശം ഉൾപ്പെടെ വായിച്ചതിനെ അന്ന് വിമർശിച്ചിരുന്നു. പക്ഷേ അതൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശന്റെ കാര്യമാണ് അദ്ദേഹം ആവർത്തിച്ച് പലതവണ പറയുന്ന സാഹചര്യം ഉണ്ടായത്. മലപ്പുറത്തായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ വീണ്ടും വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം പറഞ്ഞത്. അതായത് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിഭാഗത്തെ കേന്ദ്രീകരിച്ചുള്ള പരാമർശം നടത്തി, അതോടൊപ്പം മലപ്പുറത്തെ തെറ്റായ രീതിയിലുള്ള ചിത്രീകരണം നടത്തി. അപ്പോഴും പാർട്ടി വിമർശിച്ചിരുന്നു. പക്ഷേ ആ വിമർശനത്തിന് ഒരു ഊക്കുണ്ടായിരുന്നില്ല എൻ ഷംസീർ. എന്തായാലും പോലും ഇത്തരത്തിൽ ഏറ്റുപിടിച്ചുകൊണ്ട് പൊതുവേദികളിൽ ഇത്തരത്തിൽ വിമർശനത്തിന് തയ്യാറാകുന്നു എന്നുള്ളത് ഒരു തുടർക്കാഴ്ചയായി. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും അടക്കമുള്ള സ്ഥാനാർത്ഥി നിർണയം പാളി. വെള്ളാപ്പള്ളി നടേശനെ പ്രതിരോധിക്കുന്നതിൽ ശക്തി കുറവായിരുന്നു. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതിലെ തെറ്റ് തിരിച്ചറിയുന്നു തുടങ്ങിയ സ്വയം വിമർശനങ്ങളാണ് പാർട്ടി വേദിയിൽ എൻ ഷംസീർ നടത്തുന്നത്.